ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 369 11x11 55x5 ഇങ്ങനെ പല ടെക്നിക്കുകളും മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് ആഗ്രഹം നേടിയെടുക്കണേ പലരും ചെയ്യാറുണ്ട്. ഇതിലേതാണ് പവർഫുൾ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് അത് എൻ്റെ വിശ്വാസം മാത്രമാണ്. കാരണം പലർക്കും പല രീതിയിൽ പലതും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കാം. 11x11 ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് അത് നടന്നിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളൊരു സമയം കൊടുക്കണം, പേഷ്യൻസും വേണം അല്ലേ? അപ്പോൾ അത് തീർച്ചയായും നടക്കും. നമ്മുടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്ന് കരുതി അവിടെ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നല്ല. നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കണം, അല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ആസ്ക്, റിസീവ്, ബിലീവ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്ന ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ 11x11 11 തവണ 11 മണിക്ക് 11 ദിവസം എഴുതണം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ചെറിയ കാര്യം നമ്മുടെ വിശ്വാസത്തോടുകൂടെ നമ്മളത് എഴുതി, നമ്മളത് മനസ്സിൽ ഫീലിങ്സ് കൊണ്ട് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ വിശ്വാസത്തോടു കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും, ഉറപ്പായും സക്സസ് ആവും. കിട്ടുന്നത് വരെ അത് എഴുതുക എന്നുള്ളത്. എത്ര ദിവസം, 11 ദിവസമാണ് പറയുന്നതെങ്കിലും കുറച്ച് ദിവസം കൂടെ നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുക, എഴുതുക, വെയിറ്റ് ചെയ്യുക. ചില ആളുകൾ പറയും ഇതൊന്നും സത്യമല്ല, അതിന് ഫേക്കാണെന്ന് കരുതിയിട്ട് ആളുകൾ എന്ത് ഇത് ചെയ്യാതിരിക്കും, വിശ്വാസമില്ലാതെ. ഇതിനൊക്കെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് കേട്ടോ. വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ഇപ്പം യൂണിവേഴ്സിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ സമൃദ്ധിയാണ്, അത്യധികം സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ സമൃദ്ധി എന്തുകൊണ്ട് നമ്മളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നില്ല? പല കാര്യങ്ങളും ഉണ്ട്. മാനിഫെസ്റ്റേഷൻ സീക്രട്ട് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനാകണം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇത് ഈ പ്രോപ്പർ വേയിലൂടെ പോയ ആളുകൾക്ക് സക്സസ് ഉണ്ട്. അത് കൃത്യമായിട്ടൊരു മടി കൂടാതെ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായ നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 11x11 ഈ ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എനിക്ക് വളരെ സക്സസ്ഫുൾ ആയ ഒരു ടെക്നിക്കാണ്. ഇത് 11 മണിക്ക് ചെയ്യണം എന്ന് പറയുന്നതിൽ ആധികാരികത ഇല്ല. കാരണം ഞാൻ 11 മണിക്കല്ല അത് ചെയ്തത്. 11 മണിക്ക് 11 തവണ 11 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ 10:30 ഇരുന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രവർത്തിച്ച ഒരു സാധനം പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഫീലിങ്സും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ, അതായത് നമ്മൾ ഇമേജും നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന ഇമേജും ഫീലിങ്സുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൊടുത്തപ്പോൾ വർക്കായി. മാനിഫെസ്റ്റേഷനിൽ പലരും ശ്രദ്ധിക്കാത്തൊരു സംഭവമുണ്ട്, സൈക്കിക് എനർജി യൂസ് ചെയ്യുക എന്നുള്ളത്. എന്താണ് സൈക്കിക് എനർജി? 5 സെൻസ് നമുക്കുണ്ട് അല്ലേ? കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, ടച്ച് ചെയ്യുക. അപ്പോൾ ഈ സെൻസ് നമ്മൾ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം നടക്കും. ഓക്കെ, ഇപ്പോൾ 11x11 തന്നെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 30-ാം തീയതിക്ക് മുൻപായി 5000 രൂപ അപ്രതീക്ഷിതമായി ലഭിച്ചത് നന്ദി എന്നാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ഫീലിങ്സാണ് കൊടുക്കുക? ലഭിച്ച സംഭവമാണല്ലേ. അപ്പം 5000 രൂപ, അപ്പോൾ ആ 5000 രൂപ എന്ന് പറയുമ്പോൾ 10 നോട്ട് ഉണ്ടാവും, 500-ൻ്റെ. ആ 10 നോട്ട് നമ്മളതിന് കയ്യിൽ എണ്ണുന്ന ആ ഒരു ഫീലിങ്സും കൊണ്ടുവരണം. അത് കയ്യിലെടുക്കുമ്പോൾ ഉള്ള ആ ഒരു പേപ്പർ, ഒരു മണി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ആറ്റമാണെങ്കിലും രണ്ടിനും തൊടുന്ന സമയത്ത് വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ നോട്ട് തൊടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉണ്ട്. അതേപോലെ പേപ്പർ തൊടുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. അപ്പം ടച്ച്, അതേപോലെ സ്മെല്ല്, അതേപോലെ അത് നമ്മൾ കാണുന്നുണ്ട്. അതെ, കാണുക എന്ന് പറയുമ്പോൾ അതിലുള്ള അക്ഷരങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഓർക്കണം. 500 രൂപ, അത് ഗാന്ധിജീൻ്റെ പടം, ചെങ്കോട്ട, അപ്പോൾ അതേപോലെ അതിലുള്ള അതായത് പച്ച കളർ ലൈൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ കാണണം. പിന്നെ അതിനെ ടച്ച് ചെയ്യുക, അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചൂടാണോ തണുപ്പാണോ അതിനൊരു ഫീലിങ്സ് ഉണ്ട്. അത് പിന്നെ അതിൻ്റെ
വാസന, അതായത് സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് നോട്ടിന്. ഇത് അനുഭവിച്ചിട്ട് വേണം, അനുഭവിച്ചിട്ട് വേണം നിങ്ങൾ, അതായത് 5 സെൻസ് കൊണ്ട് തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റും. അതെന്തും നിങ്ങൾ എന്ത് സാധനം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ 5 സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്കത് കാണാനും കേൾക്കാനും തൊടാനും സ്മെല്ല് ചെയ്യാനും ടച്ച് ചെയ്യാനും നിങ്ങളുടെ ഇമാജിനേഷൻ്റെ പവർ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാലും മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കും. പക്ഷെ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യില്ല. ഇതൊന്നും ചെയ്യാതെ എന്താണെന്ന് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അല്ലെങ്കിൽ ഇതൊന്ന് സക്സസ് ആവുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ 55 തവണ അതായത് 55 5 ദിവസമൊക്കെ കുത്തിയിരുന്ന് എഴുതിയിട്ട് എന്ന് പറയാൻ എനിക്ക് വീട് വിൽക്കണം വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥലം ഞാൻ 55 തവണ 5 ദിവസം കൃത്യമായി എൻ്റെ സ്ഥലം വരെ വിറ്റ് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. കാരണം എന്താ, ഈ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെറിയൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നടക്കും. ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നടക്കും. വലിയ കാര്യങ്ങൾക്ക് നമ്മൾ സമയമെടുത്തിട്ട് കുറച്ച് ദിവസമെങ്കിലും ചെയ്യുക വിശ്വാസത്തോടെ. കൂടെ ഈ ഒരു ഇമാജിനേഷനും കൊടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നടന്നിരിക്കും. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ആക്ഷൻ, പിന്നെ ബിലീഫ്, ഇതും കൂടെ ഒരു അലൈൻമെൻറ്റിൽ വന്നാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാല വേദനകൾ, നിങ്ങൾ ഒരുപാട് റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയ ഒരു വ്യക്തിയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കളയാതെ, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കളയാതെ മനസ്സ് ഓക്കെ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് അവിടെ വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം മാനിഫെസ്റ്റേഷൻ പ്രോസസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ സീക്രട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മാനിഫെസ്റ്റേഷൻ കൂടി പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഇന്ന കാര്യങ്ങൾ സക്സസ് ആവണം ആഗ്രഹമുള്ളവർ മാത്രം ഞാനുമായി കണക്ട് ചെയ്യുക. താങ്ക് യു.